സിനഡ് മാപ്പ് പറയണം. ശ്രീ ഷൈജു ആന്റണി എഴുതുന്നു. മഹായിടയന്റെ വിയോഗത്തിന് മുന്നിൽ പ്രണാമമർപ്പിക്കുമ്പോൾ സീറോ മലബാർ സഭയുടെ സിനഡ് ചില കാര്യങ്ങളെങ്കിലും ആത്മാർത്ഥമായി പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. 2016 പരിശുദ്ധ കുർബാന മധ്യ വിശുദ്ധ യൗസ്യപിതാവിന്റെ പേര് സ്മരിക്കണമെന്ന പാപ്പായുടെ നിർദ്ദേശത്തിനെതിരെ വിയോജനക്കുറിപ്പ് അറിയിച്ച സിനഡാണ് സീറോ മലബാർ സഭയുടേത്. കർദിനാൾ ആലഞ്ചേരിയുടെ നേതൃത്വത്തിലുള്ള കൽദായ മെത്രാൻമാർ തങ്ങളുടെ വിയോജിപ്പ് പാപ്പായെ അറിയിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. നിരുപദ്രവകരമായ ആ നിർദ്ദേശത്തിനെതിരെ വിയോജനം അറിയിച്ച ഏക സഭ സീറോ മലബാർ സഭയാണ്. ഭ്രാന്തമായ കൽദായ പ്രേമവും വന്യമായ ലത്തീൻ വിരോധവും മൂലം സിനഡ് ചെയ്ത വലിയ അപരാധമായിരുന്നു അത്. പിന്നീട് പെസഹ വ്യാഴത്തിൽ സ്ത്രീകളുടെ കാലുകൾ കഴുകണമെന്ന ഫ്രാൻസിസ് പാപ്പായുടെ നിർദ്ദേശവും സിനഡ് പാടെ അവഗണിക്കുകയായിരുന്നു. മാത്രമല്ല, സീറോ മലബാറിൽ അത് പ്രാവർത്തികമാക്കില്ല എന്ന പ്രസ്താവനയും ഇറക്കി. പിന്നീട് കർദിനാൾ ആലഞ്ചേരി നടത്തിയ ഭൂമി കുംഭകോണത്തിൽ പാപ്പായെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് സിനഡ് സ്വീകരിച്ചത്. ഏറ്റവും ഒടുവിൽ സ്വന്തം നിലയ്ക്ക് പഠനം നടത്തി വത്തിക്കാൻ കർദിനാളിനെ വിളിച്ചു വരുത്തി രാജി എഴുതി വാങ്ങുകയായിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ അത്തരമൊരു നടപടിയിലേക്ക് വത്തിക്കാനെ നിർബന്ധിച്ച് എത്തിച്ചതിന് പിന്നിൽ നിരുത്തരവാദപരമായി പ്രവർത്തിച്ച സീറോ മലബാർ സിനഡിന്റെ പങ്ക് ചെറുതല്ല. പിന്നീട് കുർബാന വിഷയത്തിലും പാപ്പായ്ക്ക് തെറ്റായ വിവരങ്ങൾ നൽകി വഞ്ചിച്ചതും ഇതേ സിനഡാണ്. 1999 മുതൽ നിരവധി സിനഡുകളിൽ നിരന്തരമായ തീരുമാനമെടുത്ത വിഷയമാണെന്ന് പാപ്പായോട് നുണ പറഞ്ഞ് പറ്റിച്ച് 2021 ജൂലൈ 3 പാപ്പായിൽ നിന്നും കത്ത് വാങ്ങി ആ കത്തിന്റെ പേര് പറഞ്ഞ് സിനഡിനെ വഞ്ചിച്ചു. 2021 ആഗസ്റ്റ് മാസം കൂടിയ സിനഡിന്റെ ഏകകണ്ഠമായ തീരുമാനമായിരുന്നു എന്ന തെറ്റായ വിവരമാണ് പിന്നീട് പാപ്പായ്ക്ക് നൽകിയത്. അക്കാര്യം പറഞ്ഞ് പാപ്പായിൽ നിന്നും വീണ്ടും കത്ത് വാങ്ങി. സത്യം പാപ്പ മനസ്സിലാക്കിയാലോ എന്ന് പേടിച്ച് ആൻഡ്രൂസ് മെത്രാൻ എറണാകുളത്ത് തീവ്രവാദികളാണ് എന്ന് കാണിച്ച് ഔദ്യോഗികമായി കത്തെഴുതി. അതിനു മുൻപ് സിനഡിലുണ്ടായ ധാരണ പൂഴ്ത്തിവെച്ചു. അങ്ങനെ പാപ്പായെ കൊണ്ട് വീഡിയോ സന്ദേശം ചെയ്യിപ്പിച്ചു. എല്ലാം വസ്തുതാ വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിയ പാപ്പ ആൻഡ്രൂസ് മെത്രാനെയും പുറത്താക്കി. പിന്നീട് വന്ന ബോസ്കോ മെത്രാൻ പാപ്പ രാജി സ്വീകരിച്ചു എന്നറിയിച്ച ശേഷവും ഔദ്യോഗിക സ്ഥാനം തുടരുകയും സർക്കുലറുകൾ ഇറക്കുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ പാപ്പ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന പോസ്റ്റ് തന്നെ പിൻവലിച്ചു. അതോടെ സിനഡ് വെട്ടിലായി. നിങ്ങൾ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതിനാൽ ഇനി ഈ വിഷയത്തിൽ ഇടപെടില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ പാപ്പ അറിയിച്ചത് എന്നതാണ് വിവരം. അതെ, സീറോ മലബാർ സിനഡ് എല്ലാ തരക്കിലും പാപ്പായെ വഞ്ചിക്കുകയായിരുന്നു. താൻ വിശ്വസിച്ച തന്റെ സ്വന്തം ബിഷപ്പുമാരാൽ തന്നെ താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന നൊമ്പരം ബാക്കിയാക്കിയാവും പാപ്പായുടെ വിയോഗം. അതിനാൽ സീറോ മലബാർ സിനഡ് പാപ്പായോട് പരസ്യമായി മാപ്പ് പറയുവാൻ തയ്യാറാകണം.